നമ്മൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, സങ്കടമാണെങ്കിൽ നമുക്ക് സങ്കടം തന്നെ വരും, സത്യം തന്നെയാണ്. അത് ഒരിക്കലും സ്ഥിരമായി അങ്ങനെ ആയിരിക്കില്ല. സന്തോഷമാണെങ്കിലും അത് സ്ഥിരമായിരിക്കില്ല. അപ്പോൾ നമ്മൾ സങ്കടത്തിൽ ഒരുപാട് വിഷമിക്കാനും സന്തോഷത്തിൽ ഒരുപാട് എന്താ പറയുക, കൈവിട്ട് ആഹ്ലാദിക്കാനും പാടില്ല. ടൈമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് എന്താണ് ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് വരുത്തില്ല, ഡിപ്രഷനെ വരുത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പം കയ്യിലുള്ളത് എന്താണ്? നമുക്ക് ഹാപ്പിയാണോ? നമ്മളിപ്പം ഹോസ്പിറ്റലിലല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയൊന്നും കിടക്കുകയല്ല, നമ്മൾ രോഗം ഇല്ല. രോഗമുള്ള ഇഷ്ടം പോലെ പേരുണ്ട്. അത് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയേറെ ആൾക്കാർക്ക് അസുഖം. അപ്പം നമുക്ക് അത്ര എല്ലാവർക്കും അസുഖമില്ലാത്തവരാരും ഇല്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒത്തിരി പേരുണ്ട്, അല്ലേ? ഒത്തിരി പേരുണ്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നത്. അപ്പം നമ്മളെ വിഷമങ്ങൾ മാത്രം ഇങ്ങനെ ഓർത്തിരിക്കുക. ഞാൻ തന്നെ പലപ്പോഴും അയ്യോ എനിക്കെന്താ ഇങ്ങനെ വന്നേ എന്ന് പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മളെക്കാളും വിഷമമുള്ളവരെ കുറിച്ച് ആലോചിക്കുക, അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒത്തിരി വ്യത്യാസം വരുമെന്നേ. നമ്മൾ പറയുന്ന മാതിരി ഒത്തിരി വ്യത്യാസം വരും. നമ്മൾ അയ്യോ മറ്റുള്ളവർക്ക് കിട്ടിയ സന്തോഷം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ, നമ്മൾ ഭയങ്കര നമ്മൾ ഡൗൺ ആയി പോകും. പക്ഷേ നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുക. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താണ്, വൈ വി കാൺ ഡു ഇറ്റ്, അല്ലേ?